ആരപ്പോ ഈ 1:30 മണിക്ക് വിളിക്കണേ? മണ്ടു മണ്ടു ആരോ ഒളിബെല്ലടിക്കണോ? പുറത്താരോ വന്നിട്ടുണ്ട്. പുറത്താരോ വന്നിട്ടുണ്ട്. എത്ര മണിയായി? 1:30 മണി. 1:30 മണിയോ? ആ പുറത്താരാ? അതാരോ വിളിക്കണു. അച്ഛൻ. അച്ഛനാ? എന്റെ അച്ഛന് വയ്യാതെ കിടക്കല്ലേ? അതിനെ അച്ഛനെ എന്തെങ്കിലും പറ്റിട്ടുണ്ടാവോ? എടി അച്ഛനൊന്നും പറ്റിണ്ടാവില്ല. ഇനിയിപ്പൊ അച്ഛൻ മരിച്ചു തന്നെ വെക്കേ. അല്ലടി അച്ഛൻ എന്തേലും പറ്റിന്ന് തന്നെ വെക്കേ. അവര് ഫോൺ ചെയ്ത് അറിയിക്കല്ലേ ഉള്ളൂ. ഈ രാത്രി വരുമോ? ആരാ? അച്ഛാ അച്ഛാ ഉണ്ണിയാ? അച്ഛാ നിക്കടാ. ആരാ പുറത്ത്? അതെ, കോളിംഗ് ബെല്ലടിക്കുന്ന ഇട്ടിട്ട് ഞാൻ പോയി ജനലിലുള്ള നോക്കുമ്പോ ആരുമില്ല. ഇല്ല. പക്ഷെ തിരിച്ചു വന്നപ്പോ ആദ്യം അടിക്കുന്നിട്ട് നോക്കുമ്പോ ജനലിലുള്ള നോക്കുമ്പോ പുറത്ത് വെള്ള സാരി കൊടുത്തൊരു പെണ്ണ്. പ്രേതം തന്നെ. വെള്ള സാരി എടുത്ത പ്രേതം അല്ലാണ്ട് വേറെ ആരി. നമുക്കൊന്ന് പോയി നോക്കാന്ന്. അച്ഛനമ്മ നോക്കിട്ട് നടക്കണം. മണ്ടുവാടി ആരാ? എന്താ ഒന്നും ഉണ്ടാത്ത? പുറത്താരാ ബെല്ലടിക്കണേ? നീ എവിടെ ആളെ കണ്ടേ? എവിടെ? പുറത്തുണ്ട്. നീ ഒന്ന് നോക്ക്. ആ സാരിയാണോ നീ പറഞ്ഞേ? അത് ഞാൻ അടിയിൽ ഉണക്കാനിട്ടേക്കണ എന്റെ സാരിയാ. ആ സാരി ബെല്ലടിക്കോ? അല്ലാതെ അപ്പൊ പിന്നെ ബെല്ലടിച്ചതാരാ? അവിടെ ആരെയും ഞാൻ കണ്ടില്ല. വേറെ ആരും ഇല്ലേ? ഇല്ല. ഇങ്ങോട്ട് മാറി. അവിടെ പുറത്താരാ? പുറത്താരും കാണാനില്ല. കണ്ടതാ. എന്തത്? രാത്രിയൊക്കെ ഇങ്ങനെ വന്ന് ബെല്ലടിച്ചിട്ട് അവിടെ ഒളിച്ചിരിക്കും. എന്തിന്? നമ്മുടെ തലക്കടിച്ച് കൊന്നിട്ട് ഇവിടുത്തെ സാധനമൊക്കെ എടുത്തോണ്ട് പോകും. കുത്തിട്ട് സ്ട്രോലി വലിക്കുന്നു. നീ എന്താ പറയണേ? ഞാൻ കള്ളന്റെ കാര്യം പറയണേ. അപ്പൊ എന്താ ചെയ്യാ? തുറക്കണ്ട. തുറക്കണ്ട. ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടാക്കല തൊടൂല. കൈപ്പിടിക്ക വരാണ്ടിക്കോ. എന്നല്ലേ പോയിട്ട് കിടന്നു പറക്കാം. അതല്ല നീ പോയി കിടന്നുറങ്ങിയേ. ഒറ്റക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് കിടക്കും. ഞങ്ങളുടെ നിങ്ങളുടെ കിടക്കും. ഞാൻ പോവില്ല. മതി. നടക്ക്. നേരത്തെ പേടിച്ചിട്ട് കുറച്ച് മൂത്രം വെച്ച് പോയി. ബാക്കിയുണ്ട്. പോയിക്കണം. ഞാൻ വന്നിട്ട് കിടന്നാ മതി. കള്ളന്മാരാവില്ല. കള്ളന്മാരാണെങ്കിൽ എന്തിനാ ബെല്ലടിക്കണേ?
സംസാരിച്ചിട്ട് മാറി നിൽക്കും. നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണോ? എന്തിന്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആരോടെങ്കിലും. ടീഷർട്ട് ക്ലീൻ ചെയ്ത ഒരാള് ഇവിടെ കണ്ണാടിയിൽ ഞാൻ തന്നെ പേടിച്ചോയി എന്നെ കണ്ടു. വേണ്ട, കിടന്നോ. എന്നാലും അത് ആരാകും? എനിക്കൊരു സമാധാനമില്ല. ഇന്ന് രാവിലെ ആയ ഇങ്ങനെ ഒരു മണ്ണുണ്ണിയായി പോയല്ലോ. ഇതൊരു ധൈര്യമുള്ള മകനാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ധൈര്യമില്ലാത്ത കുറെ സാധനങ്ങൾ. അതെ, ഞാൻ അവിടെ കിടക്കാം. പേടിക്കണ്ട, ഇങ്ങോട്ട് നീങ്ങി കിടന്നോള്. രണ്ടാളും എന്നെ പിടിച്ചിട്ട് കിടന്നോ. ഇങ്ങോട്ട് കിടന്നോള്. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. എന്നാ നീ ശ്രദ്ധിക്കിട്ടല്ല. ഇതങ്ങോട്ട് വെച്ചാ. നമ്മുടെ സൂതേട്ടന്റെ വീട് കച്ചവടമായത് അറിഞ്ഞാ? അറിഞ്ഞു. ഞാനൊരു 6-7 പാർട്ടിനെ കൊണ്ടുവന്ന് കാണിച്ചാണ്. അന്നൊന്നും അയാൾ വില കൊണ്ടെടുത്തില്ല. ഇപ്പൊ സത്യേട്ടൻ ചോദിച്ചപ്പോ അങ്ങോട്ട് കൊടുത്ത അയാൾ അഡ്വാൻസും മേടിച്ചു. അയാൾക്ക് ഒക്കുന്ന വില അയാൾ പറഞ്ഞിട്ടുണ്ടോ സത്യൻ? ഒക്കുന്ന വില എന്ന് വെച്ചാൽ ലോകത്തില്ലാത്ത വിലയും പറഞ്ഞിട്ട് അയാൾ ഇരിക്കായിരുന്നു. ഇപ്പൊ സത്യേട്ടൻ പറഞ്ഞപ്പോ ന്യായമായ വിലക്ക് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടില്ല. അതിലും കുറച്ച് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഇത് വേണ്ടേ, അതിനൊരു ധാരണ വേണ്ടേ? അതിലും കുറച്ചൊന്നുമല്ല, നല്ല വിലയാ പറഞ്ഞത്. നല്ല വില. ഇതൊക്കെ അല്ല, ഒരു പുതിയ വിശേഷം ഞങ്ങള് നമ്മളെ സുഗതന്റെ വീട്ടില് പ്രേതബാധ, ജിന്ന്. എല്ലാം പറയലേ മൊയ്തൂക്ക. നിങ്ങൾ ആ വീട് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭേദവാദ പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ പറയുന്നല്ല. എന്താണ് ഈ കബൂർ കാക്ക കാണിക്കുന്നത്? അതെ, സംഭവം വെറുതെ പറയണല്ല. ഇന്ന് രാവിലെ എന്റെ പേരിൽ പത്രം വന്ന ചെക്കൻ പറയാ, ഇന്നലെ പൊലച്ചൊക്കെ ഒരു 1:30 മണി സമയത്തെ ഇവര് വീട്ടിന്റെ കോണിംഗ് ബെല്ല് അടിച്ചു പോലെ. കോളിംഗ് ബെല്ല? ഇങ്ങനെ പെരേരെ പുറത്തടിക്കൂലേ കോളിംഗ് ബെല്ല്? ആ ബെല്ലടിച്ച്. ബെല്ലടിച്ചപ്പോ ഇവര് വന്ന് നോക്കിയപ്പോ പുറത്ത് ആരെയും കാണുന്നില്ല. പേടിക്കണ്ട, ഒന്ന് തിരിച്ചു വെച്ചോട്ടെ. കുറച്ച് തിരക്കുണ്ടാവാ. സർക്കസാരനാന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് പാലോട്, മടത്തറ, കൊളുത്തൂപ്പുഴ, വിതുര, തെന്മല, ആര്യങ്കാവ് വരെ പോകാണ്ട്. ഹലോ സുഗതൻ ചേട്ടൻ. എന്റെ പേര് എനിക്കെല്ലാം അറിയാം. ഉണ്ണിരാജ് അറിയാം. ഇനി ഒരു അമ്മ കൂടെ ഇല്ലേ ഇവിടെ? മണ്ടോദരി ഉണ്ട്. അമ്മയുടെ എവിടെ? എല്ലാവരും വിളിക്കും. അല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. എല്ലാം പറഞ്ഞുതരാം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ എന്ന് പറയുകയാണ് ഞാൻ. അല്ല, അതിനിപ്പോ ഇവിടെ വന്ന എന്താ ഇവിടെ ചെറിയ വിശേഷം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ ഇവിടെ ഒരു ചെറിയ വിശേഷം ഉണ്ടായല്ലോ, അത് ഞാൻ അറിഞ്ഞു. അതൊക്കെ അറിഞ്ഞു. അതെങ്ങനെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ്? സുഗതൻ ചേട്ടാ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും പോലെയാണ് പച്ചസത്യം ഓൺലൈൻ ന്യൂസ്. ഈ മുക്കിലും മൂലയിലും ഉണ്ടാവും. ഈ നാടിനെ കുറിച്ചറിയാം, ഈ റോഡിനെ കുറിച്ചറിയാം, ഈ വീടിനെ കുറിച്ചറിയാം, ഈ വീടിലെ മുറികളെ കുറിച്ചറിയാം, ഈ വീടിലെ ഓരോ മുറികളിലും എന്ത് നടക്കുന്നു എന്ന് പോലും പച്ചസത്യം ഓൺലൈൻ ന്യൂസ് അറിയാം. അമ്മ കയ്യിലെ കണ്ണെടുത്ത് അച്ഛനെ തലക്കടിച്ചിട്ട് ബോധം പോയത് അറിഞ്ഞിണ്ടാവൂലേ? അതറിഞ്ഞില്ലല്ലോ. ഇല്ലേ? വെറുതെ അവള് തമാശക്ക് ചെയ്ത തമാശ. എന്റർടൈൻമെന്റ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓൺലി ന്യൂസ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബോധം പോയത് എങ്ങനെ തമാശ? അതിലെന്താ തമാശ? ഇരിക്കും. എന്നാ പിന്നെ ഇങ്ങോട്ട് ഇരിക്കാം. പിന്നെ ഇവിടെ ഇരിക്കാം. എവിടെയെങ്കിലും ഇരിക്കൂ. വേണ്ടി ഇരിക്കൂ. നമസ്കാരം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. പച്ചസത്യത്തിനോട് കള്ളം പറയരുത്. സത്യം മാത്രമേ പറയാവൂ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.